രാവിലെ മുതൽ ഈ 2 മണിക്കൂറിൽ കൃത്യമായി അപ്ഡേഷൻ തന്നുകൊണ്ടിരുന്ന ഇലക്ഷൻ കമ്മീഷൻ 3 മണിയായപ്പോഴേക്കും എന്തോ ഒരു മന്ദത ബാധിച്ചു എന്ന് തോന്നുന്നു. പുതിയ അപ്ഡേഷൻ വന്നോ? പുതിയ അപ്ഡേഷൻ എപ്പോൾ പ്രതീക്ഷിക്കണം അലക്സ്? അശ്വിൻ 3 മണിക്കാണ് അവസാനത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഏതാണ്ട് 68% 3 മണിവരെയുള്ള കണക്ക്. പക്ഷേ അതിനുശേഷമുള്ള കണക്കുകൾ ഇനി വരേണ്ടതുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ്. ഇത് നെയ്യാർ ഡാമാണ്. അത് പാറശാല നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഈ പ്രദേശത്തിന്റെ വിവിധയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ ആളുകൾ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നത് തടയാൻ അത്തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങളൊന്നും കാര്യമല്ല എന്നുള്ളതാണ് ഈ ക്യൂ തന്നെ തെളിയിക്കുന്നത്. 2 ബൂത്തുകൾ ഈ സ്കൂളിൽ തന്നെയുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വേറെയും ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്നുണ്ട്. ഇതൊരു ഇൻഡിക്കേഷനാണ് ഹാഷ്മി. ഇത് നമുക്ക് കൃത്യമായി പറയാം. ഇത് കൃത്യമായി ജനങ്ങൾ ഒരു വിധി അവരുടെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ബാലറ്റ് പേപ്പറിലൂടെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ അത് പുറത്തു പറയാനാണ് അവർ ഇവിടേക്ക് അങ്ങനെ എത്തുന്നത്. അങ്ങനെയുള്ള ഒഴുക്കാണ് ഈ കാണുന്നത്. ഈ ബൂത്തുകളിലേക്കുള്ള ഒഴുക്ക് അങ്ങനെയാണ് തെളിയിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ രോഗികളായിട്ടുള്ളവരെയൊക്കെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട്, കാലും ഒക്കെ വയ്യാത്ത ആളുകളെ വാഹനങ്ങളിലേക്കൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് സ്ത്രീകൾ ഒരുപാടായി തന്നെ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം വൃദ്ധർ, പ്രായമുള്ളവർ എത്തുന്നുണ്ട്. ഒപ്പം ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ എത്തുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് എന്നുള്ളതാണ് മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. എന്താണെങ്കിലും അത് പുരോഗമിക്കുന്നുണ്ട്. ഇത് പാറശാല മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ 70 മുകളിലേക്ക് വോട്ട് ഷെയർ എത്തിയ അല്ലെങ്കിൽ വോട്ടിംഗ് പെർസെന്റേജ് എത്തിയ ഒരു മണ്ഡലമാണ് പാറശാല നിയമസഭാ മണ്ഡലം. ശക്തമായ മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സാധാരണഗതിയിൽ ഈ ഒരു സമയത്ത് ഇത്ര കണ്ട് വോട്ടിംഗ് ശതമാനം ഉയരുന്നതല്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആ സ്ഥിതി മാറുന്നുണ്ട്. അത് 80-നോ 85-നോ പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ ബൂത്ത് കൂടിയാണ് 21 നമ്പർ ബൂത്ത്. ഈ തത്സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബൂത്തിൽ വോട്ട് ചെയ്യും. അശ്വിയും കൂടെ പോയി വോട്ട് ചെയ്യണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.